വെളിയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത്. വെളിയിലേക്ക് ഒരു യാത്രയിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി തിരിച്ചുകൊണ്ട് പിന്നെയും പോവുകയാണ്. നിങ്ങൾ വണ്ടി കൊണ്ട് പോകാൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മൾ വണ്ടി പോവുകയാണ്. ഈ സമയം മോളിൽ നോക്കിയാണ് നമ്മൾ വണ്ടിയിൽ പോവുകയാണ്. പോലീസ് പൊക്കിയാൽ നമ്പർ ഇല്ല. പോലീസുകാർ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വണ്ടിയുമായി നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്യുകയാണ്. നമ്മൾ ചടനട അടിയിൽ വണ്ടികൾ ഓടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കാലുമായി സംസാരിക്കുകയാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വണ്ടിയിൽ ടാറ്റ വിടുകയാണ്. ശരിയെന്നാ നമ്മൾ വണ്ടിയിൽ പോവുകയാണ്. വണ്ടിയുടെ മുകളിലാണ് നമ്മൾ വണ്ടി ഓഫായിരിക്കുന്നത്. വണ്ടി ഓണായി. ബൈവരു കയറി വരും സഹോദര. വണ്ടിയുടെ മുകളിലുള്ള ആറാട്ട് കാണിക്കുകയാണ്. ആഷിഖ് പങ്സ് പറന്നു വരികയാണ് വണ്ടിയിൽ. കണ്ടാൽ മനസ്സിലാവും ആഷിഖ് ഇടന്നിടിയാട്ടം. നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണെന്ന് നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ. റോഡിലൂടെ മുകളിലൂടെ നമ്മൾ റൈറ്റ് എടുക്കാനാണ്. റൈറ്റ്. വണ്ടി ബാക്കിലേക്ക്. റോഡ് പറഞ്ഞോ ഏപ്പോലെ. ഓക്കെ പോക്കോ. ഇയാളായി പോയിരുന്ന വണ്ടി സൈഡ്. ഇങ്ങനെയാണ് വണ്ടി ഓടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. വീഡിയോ എങ്ങനെ ഓടിക്കണം, വീഡിയോ വളച്ച് വീട്ടിൽ കയറ്റാൻ പറ്റാത്തില്ല, മതിൽ കൊണ്ടുപോകേണ്ടതാണ്. അതിനാൽ നേരെ വണ്ടി എടുത്തോളൂ. വണ്ടി ഇപ്പോൾ നമ്മൾ സർവീസിൽ നേരെയാണ് പോകുന്നത്. വണ്ടിയുടെ പേരെന്താണെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുത്താരം അല്ലേ? പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് കാര്യങ്ങൾ പോക്ക്? അതെ അതെ. വലിഞ്ഞു കയറി വണ്ടിയിലേക്ക് കയറിയാലും ചവിട്ടി അപ്പുറത്തേക്ക് നമ്മൾ ഉത്തരവാദിത്തമാണ്. വണ്ടി സൈഡിലൂടെ നമ്മുടെ ഗ്രൗണ്ട്, നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് നമ്മളിപ്പുറത്ത് കാണുന്നത് സുഹൃത്തുക്കളെ. നമ്മളെ ഏവലൊക്കെ അവിടെ 50 വിക്കറ്റ് എടുക്കുന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഉണ്ടല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ മുകളിൽ ഒരു യാത്ര. അതാണ് ഇന്ന് വീഡിയോ കാണുന്നത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തപ്പോ എല്ലാവരും പശുവിനെ കണ്ടില്ലേ? പശുവിന്റെ കുണ്ടിക്കുന്നുണ്ട്. അപ്പൂപ്പൻ താടി പറന്നു പോയതിന്റെ വിഷമം ഇപ്പോഴും ഏവൽ പറഞ്ഞു തീർക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടിയുടെ മുകളിൽ നമ്മൾ പറക്കുകയാണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കാര്യമാക്കുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോവുകയാണെന്ന് വിചാരിച്ചാൽ ഈ റോഡിലൂടെ നേരെ പോവുകയാണ്. റോഡെന്ന് പറയുന്നത് നേരെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പുറത്ത് ഇവിടെ നമുക്ക് വളയ്ക്കാനാണ് പ്ലാൻ. വണ്ടി വളയ്ക്കാൻ നോക്കിയാണ്. നമ്മുടെ ഇവിടുത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ നമ്മുടെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഈ വീട്. സുബിനന്റെ വീടെന്ന് ഇവിടെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈഗിൾ ഗെയിമിങ്ങിനെ ഒക്കെ അറിയാവുന്നവർ ഹാഷ്ടാഗ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്നത് ഈ സ്ഥലം എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ പറക്കോട് ചന്തയിൽ നിന്നും കയറി വരുന്ന കുരിശുമൂടിൽ നേരെ കയറി വരുന്നിടത്താണ് സുബിനണ്ണന്റെ വീട്. സുബിനണ്ണന്റെ വീട്ടിലാണ് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ വണ്ടി കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ അറിയാത്തവരൊക്കെ നമ്മുടെ ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയാത്തവരൊക്കെ സ്ഥലം അറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക. ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഇട്ടേക്കാം. നമ്മൾ അറിയാവുന്നവർ നമ്മുടെ സ്ഥലമൊക്കെ ഇവിടെയാണ്. പച്ചപ്പും പരിതാപവും പരിപൂരവും എല്ലാം ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ ഒരു മാമനാട് എന്ന് കഴിയുന്നത്. മാമനാട് വലിയ പ്രയാസത്തിലാണെങ്കിലും നമ്മൾ ഇതിനെയൊക്കെ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് വാഴത്തോട്ടങ്ങളാണ് ഞങ്ങൾ കളിക്കുന്നത്. ഇപ്പുറത്തെ അപ്പുറത്തുകളൊക്കെ നല്ല കൃഷിയും കണ്ടവരൊക്കെ മേടിക്കാൻ സ്ഥലവും പ്ലോട്ടും ഉള്ളവർ ദയവായി എന്നെ അറിയിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെയാണ് ഈ സ്ഥലം കണ്ടത്. ഈ സ്ഥലം വസ്തു വിൽപ്പനയ്ക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത്. അല്ലേ എന്താ പറയാനുള്ളത്? ഈ വീട് പഴക്കമൊന്നും ഇല്ലാത്തതാണ്. കൂടിപ്പോയ 2 പേര് തൂങ്ങി ഒരു സ്ഥലം. അത്രയുള്ള വർഷം
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഏഗിൾ ഗെയിമിനെ അറിയാവുന്നവരൊക്കെ ആ സ്ഥലത്ത് വരണം. അല്ല, അവിടെ അല്ലേ വണ്ടി മോഡിഫൈ ചെയ്യുന്നത്, എല്ലാരും വണ്ടി മോഡിഫൈ ചെയ്യുന്ന അവിടെയൊക്കെയാണ്. അപ്പൊ ഈഗിൾ ഗെയിമിനെ അറിയുന്നവരൊക്കെ ഈ സ്ഥലത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത്. വേണ്ട സപ്പോർട്ട് വയ്ക്കുന്നതാണ്, സപ്പോർട്ട് വയ്ക്കുന്നതല്ലേ ഇവിടെ അഡ്വക്കേറ്റിന്റെ വീടാണ്. അപ്പോൾ ഞാൻ ഏവനെ നമുക്ക് റോഡിൽ വെച്ച് ബുക്ക് ചെയ്താണ്. ഞങ്ങളൊരു ഡ്രൈവിലാണ് നിൽക്കുന്നത്, തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടിക്കുക. നിറച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഗേറ്റ് തുറക്കടാ, ഇറങ്ങി ഗേറ്റ് തുറക്കടാ. ഗേറ്റ് തുറക്കാൻ വേണ്ടി നമ്മൾ ചാടി ആസ്പരികമായി പോവുകയാണ്. നമ്മള് നിന്ന് കണ്ട സ്ഥലങ്ങളെല്ലാം എനിക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെയാണ് ഡെയിലി ലൈഫ് തുടങ്ങുന്നത്. ഫ്രണ്ട് പറഞ്ഞോടേ പോലെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാമ്പാനെ. അപ്പൊക്കോ നേരെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യുന്നത് നമ്മുടെ ലാബിളാണ്. എവലെന്നാ അറിയുന്ന ലാബിൾ. എവലിൽ അനിയനുണ്ട്, ജിങ്കരാക്കി. അതിനെ കുറിച്ച് നമ്മൾ പറയിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവല് നമ്മുടെ കൂടെ നിന്ന് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് ഏവലാണ് വണ്ടി ബാക്കപ്പ് എടുക്കാൻ പറയുന്നത്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇട്ട സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഇനി വണ്ടിയുടെ പേരറിയാത്തവരെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഈ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് 2000 years later. അറിയാമല്ലേ, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് റൊണാൾഡോ ഫാൻസ്, മെസ്സി ഫാൻസ്. ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യല്ലേ. നീ ആര് ഫാനാ പറ, റൊണാൾഡോ ഓർ മെസ്സി? ആണോ? നമ്മുടെ ഇറക്കി തന്നെ എത്തിയിട്ടുണ്ട്, വണ്ടി നിർത്തിയെടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മുകളിൽ പെട്രോളൊക്കെ വെച്ചിട്ടുണ്ട്, കാണിച്ചില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്, കാര്യങ്ങളൊക്കെ തുണിയൊക്കെ കൈയിട്ടേക്കാണ്, വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.